നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 28 മുതൽക്ക് 2026 ജനുവരി 3 വരെ ഉള്ള 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാദി, മേടം, ഇടവം മുതലായിട്ടുള്ള 12 രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ്. ഈ ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ജനുവരി 1 തീയതി മുതൽക്ക് 3 തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവിൽ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട്. ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റായിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ. ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ്. ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് അനുസൃതമാണ് ഗ്രഹസ്ഥിതിയും ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങളുണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിനിമയം, അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക. നമുക്ക് ആദി രാശികളുടെ സാമാന്യ ഫല നിരൂപണം നടത്താം. ആദ്യമായിട്ട് മേടം രാശിയാണ്. ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്ന് വരുന്നതാണ് ഈ മേടം രാശി, മേഷരാശി. അത് 9ാം ഭാവത്തിലാണ് ഈ ചതുർഗ്രഹ യോഗം വരുന്നത്. സൂര്യനും ബുധനും ശുക്രനും കുജനും ഈ 9ാം ഭാവത്തിൽ വരുന്ന കാലമാണ്. ജോലി സംബന്ധമായിട്ട് ജോലി അഥവാ ബിസിനസ്, ഇതിൽ ഭാഗ്യത്തിൻ്റെ അംശം വളരെ കൂടുന്ന ഒരു സമയമാണ്. അത് വലിയ ആൾക്കാർ അഥവാ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ആണെങ്കിലും അതിലും ഉന്നത്യമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പല പുതിയ ഡീലിങ്സ് ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുക, വിദേശത്തേക്ക് പോകേണ്ട അഥവാ വിദേശം കൊണ്ട് പുഷ്ടി പ്രാപിക്കേണ്ട ബിസിനസ്സോ ജോലിയോ അതിനൊക്കെയും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ധനപരമായിട്ട് അവരുടെ പഴയ കുടിശ്ശിക ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സമയമാണ്, അഥവാ തീരും. എന്നാൽ ഈ വർഷാവസാനത്തിൽ കുറേയേറെ ചിലവുകൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്ര കൊണ്ടും കുറച്ച് കൂടുതൽ ചിലവൊക്കെ അവർക്കുണ്ടാകും. ആരോഗ്യപരമായിട്ട് ചൂട് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളും ഗ്യാസ് സംബന്ധമായിട്ട് അസിഡിറ്റി, വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഇതൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദീർഘയാത്രയൊക്കെ ചെയ്യേണ്ടവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടും ഒരു നമ്മുടെ പിതൃക്കളുടെ അഥവാ മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാലമാണ് ഇത്. നമുക്ക് അകൽച്ചയുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ മേഷരാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരം പറയുന്നത് വിഷ്ണു ഭജനമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ മഞ്ഞ പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ നല്ലതാണ്. ഗുരു ശാന്തി ചെയ്യുന്നതും നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറ് ടാറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. കാർത്തിക മുക്കാല്, രോഹിണി മകരത്തിൻ്റെ അരഭാഗം, ആദ്യത്തെ 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. നമ്മുടെ പൊതുവായിട്ട് ഇവരുടെ ഒരു ജീവിച്ചു വന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ചില വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അഷ്ടമത്തിലേക്കാണ് ഇവരുടെ ചതുർഗ്രഹ യോഗം വരുന്നത്. ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ഈ ഓഡിറ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഗവേഷണങ്ങൾ, പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് മെച്ചമായ കാലമാണ്. ധനപരമായിട്ട്
നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില വരുമാനങ്ങൾ, അപ്രതീക്ഷിത വരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് കിട്ടേണ്ടവർക്ക്, ഇൻഷുറൻസ് തുക കിട്ടേണ്ടവർക്ക് ഇതൊക്കെ അനുകൂലമായിട്ട് വരും. നികുതി സംബന്ധമായിട്ടുള്ള ചില പഴയ പ്രശ്നങ്ങൾ, ഇൻകം ടാക്സോ മറ്റ് സെയിൽ ടാക്സ് മുതലായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കഴിയുന്നത്ര സ്പെക്കുലേറ്റീവായിട്ടുള്ള ജോലികളൊന്നും ബിസിനസ്സോ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഗോൾഡ് അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ സ്പെക്കുലേറ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല. ഇവർക്ക് BP ഉള്ളവർക്ക് അത് സൂക്ഷിക്കേണ്ടതാണ്. ഇക്കാലത്ത് അത് കൂടാൻ സാധ്യത കാണുന്നുണ്ട്. തന്നെ ജ്വരം, പനി മുതലായിട്ടുള്ള കാര്യങ്ങൾ, ശരീരമാസകലം വേദന ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യം, കുടുംബം ഇത് സംബന്ധിച്ചും അത്ര അനുകൂലമല്ല ഈ ആഴ്ച. അവർക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താവിന് എള്ള് പായസം മുതലായിട്ടുള്ള, അതുപോലെ തന്നെ എള്ള് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാക്കും. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൽ മുക്കാൽ, അതായത് പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്ന ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ബിസിനസ്സിലും ജോലിയിലും മറ്റുമൊക്കെ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള സമയമാണ്. ഭാവം കൊണ്ട് 7ാം ഭാവത്തിലാണ് ഈ ചതുർഗ്രഹയോഗം. ശുക്രനും ബുധനും ചൊവ്വയും 7ാം ഭാവത്തിലാണ്. ഇവരുടെ ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അതുപോലെ ചില കൺസൾട്ടൻസി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. ക്ലയൻറ്റുകളുമായിട്ട് ഫേസ് ചെയ്ത് ചെയ്യേണ്ട, ഉപഭോക്താവുമായിട്ട് നേരിട്ട് വർത്തമാനത്തിൽ കൂടെയൊക്കെ ചെയ്യേണ്ട ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് സ്വന്തം പാർട്ട്ണറുടെ അഥവാ കുടുംബത്തിലാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരുടെ പിന്തുണ, അവരിൽ കൂടെ ഉണ്ടാകേണ്ട ധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻകത്തിൽ, അതായത് വരുമാനത്തിൽ വലിയ തെറ്റൊന്നും വരാത്ത രീതിയിൽ ഉള്ള വരുമാനം അവർക്കുണ്ടാകും. അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, വരുമാനം സേവിങ്സ് ആയിട്ട് മാറ്റാൻ ഇപ്പോൾ ശ്രമിക്കേണ്ടതാണ്. അത് ഓവറായിട്ട് എക്സ്പെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റൊന്നുമില്ല, എങ്കിലും ഉറക്കക്കുറവ് അവർക്ക് ഉണ്ടാകാവുന്നതാണ്. കൂടുതലായിട്ടുള്ള ചിന്ത ഒക്കെ അവർക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. ഉറക്കക്കുറവ് കൊണ്ടുള്ള ക്ഷീണവും മറ്റും ഉണ്ടാകും. കുടുംബപരമായിട്ട് വിവാഹം നിശ്ചയിക്കേണ്ട വ്യക്തികൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ വിവാഹം നിശ്ചയിക്കാനോ, അതുപോലെ തന്നെ മുൻപ് ആലോചിച്ച് വേണ്ട എന്ന് വെച്ച ചില ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം പറയാവുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സഹസ്രനാമാർച്ചന നടത്തുക, സ്വയം സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ധരിക്കുക, വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുക. പുണർദം, പൂയം, ആയില്യം. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. പല മത്സരങ്ങളിൽ നിന്നും അഥവാ മറ്റ് ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകുന്ന വൈരങ്ങളിൽ നിന്ന് അവർക്ക് വിജയം നേടാവുന്ന ഒരു കാലമാണ് ഈ കാലം, ഈ ഒരാഴ്ചക്കാലം. ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകും ഇവർക്ക്. 6ലാണ് ഈ ചതുർഗ്രഹ യോഗമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ചില ലിറ്റിഗേഷനൊക്കെ ഉള്ളവർക്ക് അത് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാധ്യതയുണ്ട്. ചില ജോലി അല്ലെങ്കിൽ പ്രവർത്തന മേഖല ഒന്ന് മാറാനോ അല്ലെങ്കിൽ അതിൽ ചില വ്യത്യാസങ്ങൾ വരാനോ ചില സാധ്യതകളും കാണുന്നുണ്ട്. ധനപരമായിട്ട് മെഡിസിൻ അഥവാ ചികിത്സ സംബന്ധിച്ചുള്ള ചില ചിലവുകളൊക്കെ വളരെ കൂടുതലും, വാഹന സംബന്ധമായിട്ടുള്ള ചിലവുകളും വസ്തു സംബന്ധമായിട്ടും ഉള്ള ചിലവുകളൊക്കെ കൂടും. ഒരു കാരണവശാലും ഈ സമയത്ത് കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടാതിരിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് മാതാവിന് ദുരിതം വരാവുന്ന ഒരു കാലമാണ്. മാതാവിന് രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ വീട്ടിൽ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു.
ഇവർക്ക് സുബ്രഹ്മണ്യനെ ഭജിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഥവാ മുരുക ക്ഷേത്രത്തിൽ പോവുക, മുരുക സഹസ്രനാമം ജപിക്കുക, അർച്ചന നടത്തുക, ഇതൊക്കെയും അതുപോലെ പച്ചപ്പയർ ദാനം ചെയ്യുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം, ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഭാവം കൊണ്ട് 5ലാണ്, ധനുവിൽ ആണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നത്. കേതുവിൻ്റെ ഒരു സ്വാധീനം വരും, ലഗ്നത്തിൽ കേതുവാണ്. ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ചാനൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനുമൊക്കെ വളരെ ഒരു നല്ല കാലമാണ്. അവർക്ക് നന്നായിട്ട് പ്രശോഭിക്കാൻ സാധിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ, വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും റിസൾട്ട് ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ചില സ്പെക്കുലേറ്റീവായിട്ടുള്ള ബിസിനസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള ഏർപ്പാടുകളോ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് രോഗത്തിൻ്റെ ഒരു ഛായ, അതായത് അസിഡിറ്റി കൊണ്ടുണ്ടാകുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് മക്കളിൽ നിന്ന്, വിദൂരത്തിൽ താമസിക്കുന്ന മക്കൾ, പഠിക്കുന്നവർ, അവരിൽ നിന്നൊക്കെ അവർക്ക് ചില ഉന്നമനങ്ങൾ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യക്ഷേത്രങ്ങൾ ഇല്ല, അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക. ശർക്കര നിവേദ്യം നടത്തുക, അത് ദേവീക്ഷേത്രത്തിൽ ശർക്കര ദാനം ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഉത്രത്തിൽ 3/4, ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, ചിത്തിര, അര, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഭാവം കൊണ്ട് 4ലാണ്, ധനുവിലാണ് സൂര്യ ബുധ ശുക്ര കുജ യോഗങ്ങൾ വരുന്നത്. 10ൽ വ്യാഴവുമുണ്ട്. 7ൽ ശനിയുണ്ട്. കണ്ടകശനിയുടെ ദുരിതങ്ങൾ അവർക്ക് കുറച്ചൊക്കെ അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല. ജോലി സംബന്ധമായിട്ട് ചില സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഭൂമി സംബന്ധമായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടും ഉള്ള ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാവുന്നതാണ്. ഇവർക്ക് കുടുംബത്തിൽ ചില മെഡിക്കൽ ചിലവുകളും മറ്റും, പ്രത്യേകിച്ച് അച്ഛനമ്മമാരും ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാകാം. ആരോഗ്യപരമായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ തരം രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആങ്സൈറ്റിയും ഇവർക്ക് കുറച്ച് ഈ ആഴ്ച കൂടുതലായിട്ട് കാണാവുന്നതാണ്. വീട്ടിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നിത്യേന ലളിതാ സഹസ്രനാമം ജപിക്കുകയും പാല് നിവേദിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അരി ദാനം ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിന് ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചിത്തിര, അര, ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം 3/4, വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദത്തിൽ ഈ നക്ഷത്ര കാലത്ത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂതനമായിട്ടുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഈ ആഴ്ചയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധനുവിലാണ് സൂര്യനും ബുധനും, അത് 3ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും, ചതുർഗ്രഹ യോഗമാണ്. ഇവർക്ക് മീഡിയ സംബന്ധിച്ചുള്ള ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലോ അല്ലാന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. അത് സംബന്ധിച്ചുള്ള ചില യാത്രകളും അവർക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ഇവർക്ക് ധനപരമായിട്ട് അത്ര അനുകൂലമല്ല, എങ്കിലും ഒരു മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന ധനമൊക്കെ അതുപോലെ കിട്ടും. നൂതനമായിട്ടുള്ള ധനാഗമ മാർഗമൊന്നും കാണുന്നില്ല. ഇവർക്ക് കഴുത്ത് സംബന്ധിച്ചും പുറക്, നടു അല്ലെങ്കിൽ നട്ടല് സംബന്ധിച്ചുമുള്ള ചില അസുഖങ്ങൾ വരാൻ, ഇങ്ങനെ രോഗങ്ങളുള്ളവർക്കാണ് അത് കൂടുതൽ കഠിനമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. ഇല്ലാത്തവർക്കും അതിൻ്റെ ചെറിയൊരംശം വന്നേക്കാം. കുടുംബപരമായിട്ട് സഹോദരന്മാരുടെയൊക്കെ പിന്തുണ അഥവാ കുടുംബപരമായിട്ടൊരു ഐക്യം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഭാര്യ ആയിട്ടൊക്കെ ചില, അല്ലെങ്കിൽ ലവ് പാർട്ട്ണറോ അങ്ങനെയൊക്കെയുള്ള ഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര അനുകൂലമല്ല.
ഇവിടെ ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ശാസ്താക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക, അവിടെ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ എള്ള് കൊണ്ടുള്ള എള്ള് ദാനം ചെയ്യുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറാണ്, സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ വരുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു കാലമാണിത്. ഭാവസ്ഥിതി കൊണ്ട് രണ്ടാം ഭാവത്തിലാണ് ചതുർഗ്രഹ യോഗം. സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത്. ജോലി സംബന്ധിച്ച് അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിക്കാവുന്നതും അഥവാ അംഗീകരിക്കപ്പെടുന്നതും ആയിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരും. അവരുടെ വാക്കിന് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് വരും. അത് ദോഷകരമായിട്ടും ബാധിക്കാവുന്നതാണ്. വാക്കിൻ്റെ മൂർച്ചയുള്ള വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഹയർ അപ്സ് ഇവർക്കൊക്കെ ചില ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻകം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ധനം വരുന്നുണ്ട് എങ്കിലും അവരുടെ ചിലവ് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു പോയേക്കാവുന്നതാണ്. അത് സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അവരുടെ കണ്ഠം, അതായത് കഴുത്ത്, കണ്ണ് മുതലായിട്ടുള്ള ഇവ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാനും ഫ്ലെയറപ്പ് ചെയ്യാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് കുടുംബത്തിൽ അവർക്ക് ഉണ്ടാവുന്നതാണ്. മറ്റ് കുടുംബപരമായിട്ടുള്ള ഭാര്യ, മറ്റ് കുട്ടികൾ, അങ്ങനെയുള്ള കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലമാണ് അവർക്ക് ഈ ഒരാഴ്ച എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇവർക്ക് പശുവിനെ പൂജിക്കുക അഥവാ പശുവിന് തീറ്റ കൊടുക്കുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷര മന്ത്രം സ്വയം ജപിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ്. ഇനി വരാനുള്ള ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇതാണ് ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഇവർക്കും അതിശക്തമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണിത്. ഭാവസ്ഥിതി വെച്ചിട്ട് ലഗ്നത്തിലാണ് സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും. ജോലി സംബന്ധമായിട്ട് വീണ്ടും പുനരാവർത്തി ചെയ്യേണ്ടതായിട്ടുള്ള അഥവാ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ജോലികൾ ഒരു പുനരാവർത്തിയായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. ബിസിനസ്സിലും മറ്റുമൊക്കെ ചില പ്രമോഷൻസും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിലൊരു സ്ട്രാറ്റജി നിശ്ചയിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ. ജോലിക്കാണെങ്കിലും അത് എത്ര കണ്ടാണോ നമ്മുടെ ജോലിയുടെ പരിധി, അതിനൊക്കെ പുതിയൊരു സ്ട്രാറ്റജി നിശ്ചയിച്ച് ചെയ്യാൻ തുടങ്ങാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അത് വിജയത്തിലേക്ക് എത്തിക്കുകയും സാധിക്കും. ധനപരമായിട്ട് വലിയ വരുമാനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന എക്സ്പെൻസസ് കുറച്ചൊന്ന് കൂടാൻ സാധ്യതയുണ്ട്. യാത്ര മുഖാന്തരം കുറച്ച് കൂടുതൽ എക്സ്പെൻസസ് വരാവുന്നതാണ്. അത് കഴിയുന്നത്ര നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. BP ഒക്കെ ഉള്ളവർക്ക് അത് ഒന്ന് ഫ്ലെയറപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാലമാണ്. ചില വിവാഹ സൽക്കാരാദികൾക്ക് പങ്കെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ അഥവാ അതിൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുടുംബവുമായിട്ടുള്ള ബോണ്ടിങ് വളരെ നന്നായിരിക്കും എന്നർത്ഥം. പരിഹാരമായിട്ട് വിഷ്ണു പൂജ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ കേസർ കൊണ്ടുള്ള പൊട്ട് തൊടുക, തിലകം ചാർത്തുക, അത് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമുണ്ടാക്കും. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഈ കാപ്രിക്കോൺ എന്ന് പറയുന്ന മകരം രാശി. അതിൽ കുറച്ച്
സ്വയം മറയുന്ന എന്ന് പറയട്ടെ, അഥവാ ഒരു അന്തർമുഖത്വം ഇവർക്ക് ഈ കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാവം കൊണ്ട് 12-ലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ചെയ്തു വരുന്ന ജോലികളിൽ കുറച്ചൊരു ഗ്ലട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില വിദേശ ബന്ധങ്ങൾ നൂതനമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലാഭ കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോറിൻ ട്രേഡ് കൊണ്ട് ഭാവിയിലേക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളൊക്കെ സാധിക്കും. അതുപോലെ ആശുപത്രി സംബന്ധമായിട്ടുള്ള വർക്കുള്ളവർക്കും കുറച്ചൊന്ന് അനുകൂലമായിട്ട് പറയാവുന്നതാണ്. ധനപരമായിട്ട് കുറച്ച് കുറവായിരിക്കും. ധനാഗമന മാർഗങ്ങളും ഒക്കെ കുറച്ചൊന്ന് അടഞ്ഞു നിൽക്കും. വരേണ്ട ധനം എത്തിച്ചേരാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഓഫ് മണി, അതായത് അധിക ചെലവ് നിയന്ത്രിക്കാനും ഇവർ സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും വലിയ തെറ്റില്ലെങ്കിൽ പോലും കാല് സംബന്ധമായിട്ടുള്ള ചില മുട്ട്, കാല്, സന്ധി വേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു വൈകാരികമായിട്ടുള്ള ചില ബന്ധത്തിന് വിഘാതങ്ങൾ, വൈകാരിക കാരണങ്ങളെ കൊണ്ടുള്ള അടുപ്പമില്ലായ്മ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇവരെ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകമായിട്ട്. ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ചാലീസ നിത്യേന ജപിക്കുന്നത് നല്ലതാണ്. ഹനുമക്ഷേത്രത്തിൽ അഥവാ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇവർ കമ്പിളി കൊണ്ടുള്ള കമ്പളം അഥവാ പുതപ്പ് ഇതൊക്കെ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക എന്നത്, അതുകൊണ്ടുണ്ടാകേണ്ട അനുഗ്രഹം കിട്ടുന്നത് ഈ കാലത്ത് അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം പൂരൂരുട്ടാതിയും ചതയവും ചതയം മുഴുവനും പൂരൂരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവരാണ് കുംഭക്കൂറ്. ഇത് ഭാവം കൊണ്ട് 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നു. രാഹു ലഗ്നത്തിലുണ്ട്. ഇവർക്ക് നെറ്റ്വർക്കിംഗ് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ചില മാജിക് വർക്ക് അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഇവർക്കൊക്കെയും ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാവുന്നതാണ്. അവർക്ക് ചില ബോണസൊക്കെ കിട്ടേണ്ടവർക്ക് അത് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ട കാലമാണ്. ധനപരമായിട്ട് നല്ല ഈ വർഷത്തെ തന്നെ നല്ല ഒരു ഗെയിൻസ്, വരുമാനം കൂടുതൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ആരോഗ്യത്തിന് പൊതുവെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കാലമാണ്. കുടുംബത്തിൽ ചില ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ചില സെലിബ്രേഷൻസ്, ആഘോഷങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുമൂലം ഉണ്ടാകാവുന്ന കുടുംബപരമായിട്ടുള്ള ഒത്തുചേരലും സന്തോഷവും ഇവർക്ക് അനുഭവിക്കാറാകും. ഇവർക്ക് പറയാവുന്ന രാഹുശാന്തി നടത്തുന്നത് ആവശ്യമാണ്. ലഗ്നത്തിൽ രാഹുവാണ്. രാഹുശാന്തി അഥവാ സർപ്പസ്ഥാനത്ത് ദർശനം നടത്തുകയും യഥാശക്തി വഴിപാട് നടത്തുന്നതും ഒക്കെ നല്ലതാണ്. നീല നിറത്തിലുള്ള പൂക്കളെ കൊണ്ടുള്ള മാല ചാർത്തുക, മഞ്ഞൾ പൊടി ആടുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ഭാവം കൊണ്ട് 10-ാം ഭാവത്തിലാണ്, ധനുവിലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത്. 4-ൽ വ്യാഴമുണ്ട്, അനുകൂലമാണ്. 12 രാഹുവും ആണ്. ഇവർക്ക് കണ്ടകശനി കാലമാണ്, 7-ര കാലമാണ്. അതിലെ കണ്ടകശനിയും കൂടെ ചേർന്ന് വരുന്ന കാലമാണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകും. എങ്കിലും 4-ലെ വ്യാഴവും 10-ാം ഭാവത്തിലെ ഈ ചതുർഗ്രഹ യോഗവും ഒക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും. കൂടുതൽ ഒരു റെക്കഗ്നീഷൻ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർക്ക്, അതുപോലെ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ടവർക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. സ്വതേ കിട്ടിക്കൊണ്ടിരുന്ന ആ ധനാഗമ മാർഗങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആരോഗ്യപരമായിട്ടവർക്ക്
ക്ഷീണം, ഈ നിർജ്ജലീകരണം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. അവിടുന്ന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ റെക്കഗ്നീഷനും അവരുടെ ഒരു പ്രൈഡ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടും. പരിഹാരമായിട്ടവർക്ക് വ്യാഴഗ്രഹത്തിൻ്റെയും ശനിയുടെയും ഗ്രഹശാന്തി നടത്തുക. ഈ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഈ 2 ഗ്രഹങ്ങൾക്കും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും കൊണ്ട് ഇവർക്ക് ഉള്ള ചില വന്നു ചേർന്നേക്കാവുന്നതായിട്ടുള്ള ദുരിതങ്ങൾക്ക് മോചനം കിട്ടുന്നതായിരിക്കും. നമസ്കാരം.